എടാ സുമേഷേ, അപ്പുറത്തെ പറമ്പിലേക്ക് വീഴരുതിട്ടാ. കുറച്ച് പ്രശ്നക്കാരാണ്. എല്ലാം വലിച്ച് ഇങ്ങോട്ട് ഇടണേ. ആ പാവട്ടെ ചെയ്യാം. എന്നാ സമയം കാണണ്ട, നീ നോക്കി കേറ്. ഒരു 8-10 തെങ്ങുള്ളതാണ്. പറമ്പ് നിറച്ച് മട്ടല് വിറകാണല്ലോ. ഈ പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കും കൊടുത്തൂടേത്. പോകുമ്പോ ഒരു ഗുഡ്സ് വിളിക്കണം. മോനെ സുമേഷേ, ഇതൊക്കെ ഒന്ന് കേട്ടി തരണ്ടാ. ഒരു മാസത്തേക്ക് കത്തിക്കാനുണ്ട്. ആ ബാബു, നീയായിരുന്ന? ഞാൻ ആരുടെ അപ്പൊ ഗേറ്റ് ഒക്കെ തുറന്ന് അകത്ത് കയറി ഇവിടെ നോക്കുമായിരുന്നില്ലേ? എവിടെയായിരുന്നു സുമതിയടുത്ത് നിങ്ങളല്ലേ പറഞ്ഞു ഒരു തെങ്ങി കയറ്റക്കാരനെ കൊണ്ടുവരാന്. വേറെ വല്ല പണിക്കാരനെ പോലെയല്ല. ഇവന്മാരെയൊക്കെ കിട്ടണമെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടാ. രാവിലെ എഴുത്ത് ഒത്തിരിയും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നപ്പോ നിങ്ങള് ഗേറ്റും തുറക്ക പൂട്ടി ഏടെ പോയതാ? കൊറേ വിളിച്ചു നോക്കിയല്ലോ, നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത്? പിന്നെ ഇവരൊന്നും വിട്ടാണ്ടല്ലോ, പിന്നെ ഈ അടുത്തൊന്നും കിട്ടില്ല. അപ്പൊ ഗേറ്റ് തുറന്നിട്ട് ഞാൻ അവനെ തെങ്ങി കയറ്റിച്ചത്. അല്ല, ഏടെ പോയതേനു? ഓ, ഞാൻ ആ സുശീലിന്റെ വീട്ടിൽ പോയതാടാ. അവളുടെ പാല് കാച്ചല്ലേ മറ്റന്നാള്. ഗൾഫിൽ നിന്ന് മോൻ കണ്ടുവന്നിട്ട് എന്തോ ഒരു കൊട്ടാരം കിട്ടുമെന്നൊക്കെയാ പറഞ്ഞത്. നോക്കുമ്പോ എന്ത് ഒന്നുമില്ല, ചെറിയൊരു കുടില് പോലെ ഉണ്ട്. പിന്നെ കാറ്റത്താ മട്ടലും തേങ്ങയും കാത്തിട്ട് ഇതിന്റെയൊക്കെ ഷീറ്റിൽ പോയിട്ട് രാത്രി ഒരു സൗകര്യവും ഇല്ല. ഒന്ന് മാറ്റിത്താ പറഞ്ഞിട്ട് അതല്ലേ ഞാൻ നിന്നെ കയ്യോടെ വിളിച്ചത്. എന്തായാലും നീ ആളെ കൊണ്ടുവന്നല്ലോ. 5-6 തെങ്ങില്ലേ, അതിലൊക്കെ കയറ്റിച്ചിട്ടേ പതുക്കെ വിട്ടാ മതി. 5-6 8 തെങ്ങ് തേച്ചിട്ടുണ്ട് സുമതി. പുല്ല് വെട്ടുന്ന പോലെ മണിക്കൂറിനല്ല, തെങ്ങ് എണ്ണത്തിനാണ് കണക്ക്. എന്തായാലും ഇവരെ കിട്ടാനാ ബുദ്ധിമുട്ടല്ലേ. വന്നു കഴിഞ്ഞാൽ എല്ലാം ചെയ്തിട്ടാ പോവും. ഓ, 6 8 എത്ര വെച്ചാ നീ പറ, പൈസ തന്നോളാ. പിന്നെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കുടിക്കാനൊന്നും വേണ്ടേ, ചെക്കനോട് 2 ഇളനീരിടാൻ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും നല്ല വെള്ളം വേറെ എന്താ ഉള്ളത്? എടാ സുമേഷേ, ഒരു 4-5 ഇളനീരിട്ടോ. അല്ല സുമതി ചേച്ചിയെ, മാങ്ങയൊക്കെ പറിക്കാറായല്ലോ. ആടാ, ഒക്കെ പറിക്കാനായി. പക്ഷെ അതിന് ആളിനെ കിട്ടണ്ടേ? അവന്റെ അത് കഴിഞ്ഞിട്ടേ സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പറിക്കാൻ പറ. പിന്നെ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാണ്ട്, ഒന്ന് അങ്ങോട്ട് വാ. എന്ത് കാര്യം പറയാൻ? അവന് കൂലി കുറച്ച് കൊടുക്കാൻ വേണ്ടി പറയാനായിരിക്കും. എത്ര കിട്ടിയാലും ദാരിദ്ര്യം മാറാത്തൊരു പെണ്ണുങ്ങളാണല്ലോ. ബാബോട്ടാ, ഈ തേങ്ങയ്ക്ക് എവിടെ കൂട്ടിയിട്ടില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം വേറെ തെങ്ങി കയറി. ഞാൻ അവരോടും ചോദിക്കട്ടെ. ഇളനീരിപ്പോ വെട്ടി തരണോ? വേണ്ടടാ, പിന്നെ കുടിക്കാം. നീ തെങ്ങി കയറി. സുമിത ചേച്ചിയെ, ഈ തെങ്ങ് കയറ്റേ വലിയ മെനക്കേടുള്ള പണിയാണേ. അതുകൊണ്ട് നിങ്ങൾ കൂലി കുറയ്ക്കുന്ന കാര്യമാണെങ്കിൽ അത് മാത്രം എന്നോട് പറയല്ലേ. അവൻ എങ്ങനെയോ കിട്ടിയത് എനിക്ക്. ഓ, അതിനൊന്നും അല്ലടാ, അതൊക്കെ എത്ര വേണമെങ്കിലും തരാ പറഞ്ഞതല്ലേ. പിന്നെ നിന്റെ കസ്റ്റഡിയിൽ ഏതെങ്കിലും പാവപ്പെട്ട ചെക്കന്മാരുണ്ടാ കല്യാണം കഴിക്കാനായിട്ട്? കല്യാണം കഴിക്കാൻ പറ്റിയ പാവപ്പെട്ട ചെക്കന്മാരാ? അതാ സുമിത ചേച്ചി, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിട്ടിട്ട് വേറെ പെണ്ണിനെ കെട്ടിയ വാശി തീർക്കെ നിങ്ങളത് കെട്ടാൻ പോണാ? പിന്നെ അയാളെ പോലത്തെ പ്രാന്ത് കാണിക്കാൻ നിൽക്കല്ലേ ഞാന്. എടാ, ഇത് നമ്മുടെ ഗീതുവിന്. നീ അവൾക്ക് പറ്റിയ ഏതെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് കൊണ്ടുപോവാ. ഓ, നമ്മുടെ ഗീത കൊച്ചിനാ? അല്ല, അതിനെന്തിന് പാവപ്പെട്ടത്? നിങ്ങളുടെ അന്തസ്സിനെ പറ്റി ഒരു ചെക്കൻ തന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ. അല്ല, ഈ കാര്യം കൊറേ പറഞ്ഞാലോ. അന്നൊന്നും വേണ്ട ഇപ്പൊ എന്താ പെട്ടെന്ന് അവള് പറഞ്ഞതാ? ഓ, അവള് പറഞ്ഞൊന്നും അല്ലടാ. ഇത്രയും കാലമേ ഞാൻ എന്റെ അനിയത്തിന്റെ മകനെ കൊണ്ട് ഈ പെണ്ണിനെ കെട്ടിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ചെക്കന് തീരെ താല്പര്യമില്ലേ. എന്തോ പ്രേമം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. എത്ര നമ്മൾ പറയും. അതാ നീ ചോദിച്ചപ്പോഴൊന്നും ഞാൻ ഇവൾക്ക് നോക്കുന്നില്ല പറഞ്ഞത്. പക്ഷെ ഇനി നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ലടാ. പെണ്ണിന് 10-20 വയസ്സായില്ലേ. ദിവസം ഈ കോളേജിലും അവിടെയൊക്കെ പോകുന്നോണ്ടേ ഏതെങ്കിലും നല്ല ബന്ധവും പിടിച്ചുകൊണ്ട് വന്നാലേ ഞാൻ പെട്ടുപോകും. അല്ല, ഇതിപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും നല്ല ബന്ധം കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് എന്താ പ്രശ്നോ? ഈ കാണുന്ന വീട് സ്ഥലമൊക്കെ ആ കുട്ടിന്റെ അല്ലേ? ആ, അതന്നെയാ പ്രശ്നം. പെണ്ണിന്റെ 5ാമത്തെ വയസ്സിൽ അവളുടെ അച്ഛനും അമ്മയും പോയതല്ലേ. ബാക്കി ഇത്രയും വർഷം വരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഞാൻ ഒറ്റൊരുത്തിയാ. അതൊക്കെ വെറുതെ ആവും പറഞ്ഞിട്ടാ നല്ല പൈസ ചെലവായിട്ടുണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും ആൾക്കാർ ഈ വീട് സ്ഥലമൊക്കെ കണ്ടിട്ട് അവളെ കെട്ടാൻ വന്നാലേ കല്യാണ സമയത്ത് ഇതൊക്കെ ഞാൻ അവർക്ക് എഴുതി കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ആരായി? അതന്നെയാ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ ചെക്കനെ കൊണ്ടുവന്ന്. അതാണ് ഈ കല്യാണ സമയത്തെ 5-10 കൊടുത്താ അതോടെ ഒഴിവായല്ലോ. അങ്ങനെ പറയ്. അതല്ലേ ഞാനും നോക്കണ്. അതായത് ആ പെണ്ണ് ഏതെങ്കിലും ഒരു ചെക്കനെ തലയിൽ കെട്ടി വെച്ചിട്ട് ഈ വീട് സ്വത്തൊക്കെ നിങ്ങൾക്ക് കൈക്കലാക്കണല്ലേ? ഒന്ന് പതുക്കെ പറയടാ. അതിനല്ലേ ഞാൻ നിന്നെ തന്നെ വിളിച്ചത്. വെറുതെ ഒന്നും വേണ്ട, നല്ല കമ്മീഷൻ തരാം. പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആരെങ്കിലും നോക്കാം.
പറ്റാണ്ട് എന്താ സുമതി ചേച്ചി? പൈസ കിട്ടി ഞാൻ എന്തും ചെയ്യും നിങ്ങൾക്ക് അറിയില്ലേ? അതെനിക്ക് അറിയുന്ന കൊണ്ട് തന്നെയല്ലേ നിന്റെ അടുത്ത് തന്നെ കാര്യം പറഞ്ഞത്. പിന്നെ ഇനിയും വെച്ച് നീട്ടാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നടത്തണം. പക്ഷെ കൊണ്ടുവരുന്ന ആള് നമ്മൾ പറയുന്ന രീതിക്കായിരിക്കണം, ഒരു അയ്യോ ഭാവം. എന്നാലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. കറക്റ്റ് സമയത്താ സുമതി ചേച്ചി നിങ്ങൾക്ക് എന്നോട് ഈ കാര്യം പറയാൻ തോന്നിയത്. ഈ തെങ്ങേരം കൊണ്ടുവന്ന സുമേഷില്ലേ, അവന് കല്യാണം നോക്കി നടക്കുകയെന്ന്. പക്ഷെ ഈ പണിയായതുകൊണ്ടുണ്ടല്ലോ ഒരു പെണ്ണിനും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ തന്നെ ഇപ്പൊ 10 പടം കാണിച്ചു കൊടുത്തേ. പക്ഷെ ചെക്കൻ ആള് സൂപ്പറാട്ടോ. 2 പെങ്ങളുണ്ടായിരുന്നു, രണ്ടിനെ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു ചെറിയ വീട് എടുത്തിട്ടുണ്ട്. അവിടെ അമ്മ ഇവൻ ഒറ്റയ്ക്കാണേ, അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതാ. പക്ഷെ അവന് 10-33 വയസ്സുണ്ട്. നമ്മുടെ ഗീതിന് 20 ആയിട്ടുള്ളൂ. ആ കുട്ടി സമ്മതിക്കുവോ? അതൊന്നും നിങ്ങൾ നോക്കണ്ട. ചെക്കൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കാണാൻ വരാൻ നോക്ക്. പെണ്ണ് കുറച്ച് കഴിഞ്ഞാൽ കോളേജ് വിട്ട് വരും. തേങ്ങ ഇനിയിപ്പൊ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതാദ്യം നടക്കട്ടെ. അല്ല അതിന് തെങ്ങ് കയറ്റക്കാരനെ കെട്ടാനേ ആ പെണ്ണ് സമ്മതിക്കുവോ? അതിന് അവളുടെ സമ്മതമൊക്കെ ആരാ ബാബു നോക്കണത്? ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം അവള് കിടക്കില്ല. പിന്നെ ഇപ്പൊ തൽക്കാലം ചെക്കൻ എന്താ പണിന്നൊന്നും പറയണ്ട. ഈ പെണ്ണ് കാണലൊന്ന് കഴിയട്ടെ. ആ എന്നാ പിന്നെ ഇത് നടത്തിയിട്ടേ കാര്യമുള്ളൂ. പക്ഷെ ചെക്കൻ സമ്മതിക്കുവോ വേണ്ട? അത് സാരില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ കല്യാണം കഴിയുന്നതോടുകൂടി ഈ 35 സെന്റ് സ്ഥലവും വീടും നിങ്ങക്ക് സ്വന്തം. ഇത് ഏതാ സ്ഥലം എന്നറിയാലോ? മുനിസിപ്പാലിറ്റിയാ. 1.5 കോടിന്റെ മുതലാണേ. അപ്പൊ കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം. ഓ അതൊക്കെ ഞാൻ ഏറ്റു. നീ എത്രയും പെട്ടെന്ന് ആ ചെക്കനെ വിളിച്ചിട്ട് ഒന്ന് മാറ്റിയിട്ട് കൊണ്ടുപോവാ. അത് ഞാൻ ഏറ്റു. പൈസ കിട്ടുന്ന കാര്യമായ ഈ ബാബു എന്തും ചെയ്യും. ആ മോനെ മോനെ സുമേഷേ, മോനെ അതിട്ടിട്ടേ പെട്ടെന്ന് ഇങ്ങ് വന്നേ. ബാബോട്ട് ഇനി 3-4 തെങ്ങ് കയറാനുണ്ട്. എടാ അതൊക്കെ പിന്നെ കയറാന്ന്. ഇപ്പോഴേ ഒരു കൂട്ടർ വിളിച്ചിട്ടുണ്ട്, ഒന്ന് പെണ്ണ് കാണാൻ ചെല്ലാൻ വേണ്ടി. നീ വേഗം പോയിട്ട് കുളിച്ചെന്ന് ഡ്രസ്സ് മാറ്റി വേഗം വാ. പെണ്ണ് കാണാൻ പോനോ ഈ സമയത്തോ? എന്റെ സുമേഷ്, ഇതിന് അങ്ങനെ നേരവും കാലവും ഒന്നും ഇല്ലടാ. എത്ര പെണ്ണാടാ ബാബോട്ട നിനക്ക് വേണ്ടി കാണിച്ചു തന്നത്? ഏതെങ്കിലും ശരിയായിണ്ടാ? നിന്റെ കല്യാണം നടക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടടാ. എന്തായാലും ബാബോട്ട നിന്നെ കൊണ്ട് കെട്ടിപ്പിച്ചിട്ട് അടങ്ങും. എടാ മോനെ, ഇത് മിക്കവാറും നടക്കും. മോനൊന്ന് വേഗം പോയി മാറ്റിട്ട് വാ. അല്ലപ്പോ ഞാൻ മാറ്റിട്ടേ എവിടെ സ്ഥലം വെച്ചാ അവിടെ വന്നാ പോരെ. മോനെ, നിന്റെ വീട് ഇവിടുന്ന് 15 മിനിറ്റ് അല്ലേ ഉള്ളൂ. മോനൊരു സ്കൂട്ടി ഇല്ലേ, പോയി മാറ്റിട്ട് ഇങ്ങോട്ട് വാ. പെണ്ണിന്റെ വീട് ഈ പരിസരത്ത് തന്നെയാണ്. നീ ചെല്ലടാ. ആ പിന്നെ മോനെ, നീ എന്നത്തെയും പോലെ വെള്ളം മുണ്ടെടുത്ത് വരണം കേട്ടോ. ഒരു പാന്റ് തല്ലിക്കയറ്റ്. അതുപോലെ സ്കൂട്ടി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വന്നാ മതി. അതിനെ പോട്ടെ, അതൊക്കെ ഉണ്ട്. നീ വേഗം മാറ്റി വാ. ഇപ്പൊ എങ്ങനെ ഞാനൊന്ന് ടാലിയാക്കുക. ചെക്കനാണെങ്കിൽ ആരെയും പറ്റിക്കാത്ത കൂട്ടത്തില. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വരട്ടെ അവൻ. അല്ല ബാബു, ചെക്കൻ കുറെ നേരമല്ലേ പോയിട്ട്, ഞാൻ വരില്ലേ? നമ്മളെ പോലെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ചെക്കനില്ല. അവൻ വാക്ക് പറഞ്ഞ വാക്കാ. അവനെത്തും. അല്ല ഇവളെന്ത് പറയുന്നു? പെണ്ണ് സമ്മതിക്കുവോ? ഓ അതൊന്നും നിങ്ങൾ നോക്കണ്ട. കോളേജിൽ നിന്ന് വന്ന പാടേ ഒരു കൂട്ടർ കാണാൻ വേണ്ടിട്ട് വേഗം മാറ്റി നിൽക്കുക പറഞ്ഞതാ. അവളൊക്കെ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ആ എന്തായാലും നന്നായി. അല്ല ചെക്കൻ വരുന്നുണ്ടല്ലോ. നിങ്ങൾ പോയിട്ട് ആ പെണ്ണ് റെഡിയാക്കി നിൽക്കി. ഞാൻ ചെക്കനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ആ കയറ്റ. ആ എന്നാ പിന്നെ വേഗം വരി, ഞാൻ അകത്തുണ്ട്. എന്താടാ മോനെ, കുട്ടപ്പനായിരുന്നല്ലോ. എന്നാ വാ, വന്ന് അകത്തേര്. അല്ല പാവട്ടോ, ഇവിടെ എന്തിനൊക്കെ ഇരുന്ന് നമുക്ക് പെണ്ണ് കാണാൻ പോണ്ടേ? ആ അത് പോവാടാ. അപ്പോഴേക്കും തിരക്കായോ? എടാ ഇവിടത്തെ നേരം പണിയെടുത്തല്ലേ, അവിടെ എന്തോ വെള്ളമോ ചായ ഉണ്ടാക്കി വെച്ചിട്ട് അത്ര. നീ വാ, ഒന്ന് കുടിച്ചിട്ട് പോവാ. വേം വാ 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 പോട്ടാ. ചേടാ, നീ എന്താണ് ഈ പെണ്ണുങ്ങളെ പോലെ അവിടെ തന്നെ നിൽക്കുന്നത്? വാടമോനെ വന്നിരിക്കി. പാപ്പോട്ടാ പാടാ അവിടെ ഇരിക്കി. ഓ എന്താ സുമേഷേ, അല്ല ചായയോ പലഹാരോ വേണോ? എന്താടാ സൗണ്ട് ഒന്നും പുറത്തു വരാത്ത? നീ എന്തിനാടാ പേടിക്കുന്നത്? ബാബുവേട്ടൻ ഇവിടെ ഇല്ലേ? ശേ, എന്നാ സുമതി ചേച്ചിയെ അപ്പൊ ചായയും വെള്ളമൊന്നും ഇനി എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അവളെ വിളിക്ക്.
മോളെ ഗീതു വാ. അവിടെ നമുക്ക് പോണ്ടേ? നിക്കടാ, കുറച്ചിരിക്കി. അപ്പൊ മോളെ ഇതാണ് ഞങ്ങള് പറഞ്ഞ ചെക്കൻ, ശരിക്കും നോക്കിക്കോ. പിന്നെ മോളാരും നമുക്കൊക്കെ അറിയുന്നതാണല്ലോ. 5-ാമത്തെ വയസ്സിൽ തന്നെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റില്. പിന്നെ ഈ കൂടപ്പറപ്പ് എന്ന് പറയാനും ബന്ധുക്കളും ആരും ഒന്നും ഇല്ലാലോ, എല്ലാം ഈ അമ്മയും മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഏകദേശം ഇവനും ഇപ്പൊ വലിയൊരു കമ്പനിയില് എന്തോ ഒരു സൂപ്പർവൈസറാ, നല്ല ശമ്പളമാണ്. അപ്പൊ സുമതി ചേച്ചിയെ, ഇപ്പൊ മക്കൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാകുകയാണെങ്കിലേ ഇപ്പൊ ചോദിക്കാനും പറയാനും വേറെ ആരും ഇല്ലാലോ. ഇപ്പൊ നിങ്ങൾ എന്താ വെച്ചാ പറയും. എന്റെ കാര്യം അറിയാലോ, ആണായിട്ടും പെണ്ണായിട്ടും 2 മക്കളാ. 2ഉം കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് ദുബായിൽ തന്നെ. അവരിത്രയും സെറ്റപ്പിൽ കഴിയുമ്പോഴേ എന്റെ മോള് മാത്രം ഇവിടെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ആങ്ങളുടെ മോളന്നെയാ. പക്ഷെ ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, സ്വന്തം കുട്ടിയായിട്ട് തന്നെയാ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ. എനിക്കാണെങ്കിൽ പ്രായമായും വരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നോക്ക് പിന്നെ ആരാ ഉള്ളത്? ആരുടെയെങ്കിലും കയ്യിൽ പെട്ടെന്നൊന്ന് ഏൽപ്പിക്കണം, എന്നാലേ എനിക്കൊരു മനസ്സമാധാനമാവുള്ളൂ. അതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടമാണെങ്കിലേ എത്രയും പെട്ടെന്ന് തന്നെ നടത്താം. നീ വെച്ച് താമസിപ്പിക്കേണ്ട ബാബുവോ? എനിക്കും അതേ പറയാനുള്ളൂ. എന്തിനാ എങ്ങനെ വെറുതെ വെച്ച് നീട്ടുന്നേ? പറയാലോ മോളെ, നല്ല ചെക്കനാ, നിന്നെ പൊന്നുപോൽ നോക്കും, എന്റെ ഉറപ്പാ. അപ്പോ സുമതി ചേച്ചിയെ, കുട്ടികളുടെ ജാതകം അങ്ങ് നോക്കുകയാണെങ്കിലേ പെട്ടെന്നൊരു ഡേറ്റ് കാണാല്ലേ? ഓ, എന്ത് ജാതകം? നമ്മളുടെ അച്ഛനും അമ്മയെ ജാതകം ഇതൊക്കെ നോക്കി 10-ൽ 10 പൊരുത്തമായിട്ടൊക്കെ കല്യാണം കഴിച്ചതാ. എന്നിട്ടിപ്പോ എന്തായി ബാബുവോ? അതുകൊണ്ടിപ്പോ നമുക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ല. മോന്റെ വീട്ടിൽ ആരെന്തെങ്കിലും ചോദിച്ചിട്ടേ നിങ്ങളൊരു ഡേറ്റ് കാണാൻ, നമുക്ക് പിന്നെ എന്നാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഓ ആയിക്കോട്ടെ. എന്നാ മോളിഞ്ഞ് ഇവിടെ നിന്നിട്ട് മുഷിയണമെന്നില്ല, കോളേജ് വിട്ട് വന്നല്ലേ ഉള്ളൂ. മോള് പോയിട്ട് എന്തെങ്കിലും എടുത്ത് കഴിച്ചോ. ശരി. അവിടെ നിങ്ങളെ കൂടെ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരടാ. മോൻ്റെ കാര്യം ചെയ്യും, കുറച്ചു നേരം പുറത്ത് വന്നിട്ട്. ബാബോട്ടാ ചെല്ലടാ, ബാബോട്ട അങ്ങോട്ട് വരാ, ചെല്ല്. അല്ല ബാബു, ഇപ്പൊ എന്താ നടന്നത്? ഇതാണ് ആ പെണ്ണ് കാണല്ലേ? അങ്ങനെ വിസ്തരിച്ച് പെണ്ണ് കാണാൻ നിന്നാ എല്ലാം കോളവും. ഈ ബാബുവിനോടൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ അത് വെടുപ്പായിട്ട് നടത്തിയിട്ട് ഞാടും. പക്ഷെ പൈസന്റെ കാര്യം പിന്നെ ഈ പെണ്ണ് കാണാൻ വന്നതിന് ചെറിയൊരു കമ്മീഷൻ ഉണ്ട്. ഞാൻ വിളിക്കാം, ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. ഇവ എന്നെക്കാളും വലിയ വില്ലനാണല്ലോ. അല്ലാത്ത ബാബു തന്നെ. ഇത്തിരി പൈസ കൊടുത്താലെന്താ? എല്ലാം ഒന്ന് വേഗം നടത്തി തന്നാ മതിയായിരുന്നു. എന്താ ബാബോട്ടാ, ഞാനൊരു പാവമായതുകൊണ്ടാണ് നിങ്ങളെ കൂടി എന്നെ പറ്റിക്കാൻ നിൽക്കുന്നത്? ആ കോളേജിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടിക്കാണ് തെങ്ങിറ്റക്കാരനെ എന്നെ കല്യാണം ആലോചിക്കുന്നത്. എന്താടാ മോനെ സുമേഷേ, ഈ ബാബോട്ട് നിന്നെ പറ്റിക്കും തോന്നുന്നുണ്ടാ? എടാ അതൊരു പാവം കൊച്ചാടാ. ആ കുട്ടിന്റെ അവസ്ഥ ഞാനും പറഞ്ഞ് നീയും കേട്ടതല്ലേ? എടാ ആ പെണ്ണുങ്ങൾക്ക് ഈ വീട് സ്വത്ത് എങ്ങനെയും കൈക്കലാക്കണം. അതിന് ആ പെൺകൊച്ചിനെ ആരുടെയും തലയിൽ കെട്ടിവെക്കണം, അത്രയേ ഉള്ളൂ. എടാ ഇപ്പൊ വേറൊരുത്തം വന്ന് കെട്ടാൻ നോക്കിയതാണെങ്കിൽ ഈ വീട് ആരുടെ, എന്ന സ്ഥലം ആരുടെയാണ് മറ്റേ 100 ചോദ്യം ചോദിക്കില്ലേ? അപ്പൊ ആ പെണ്ണുങ്ങൾ കൊടുങ്ങില്ലേ? നീ ആകുമ്പോഴോ? അല്ല, നീ എന്നോട് എന്താണ് ചോദിച്ചത് മോനെ? ബാബുവട്ട ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി മതി, സ്വത്തോ സ്ത്രീധനൊന്നും വേണ്ട, നീ പൊന്നുപോലെ നോക്കാന്നല്ലേ? എടാ അത്രയേ പാവപ്പെട്ടം ചെയ്തുള്ളൂ എന്ന്. കല്യാണം കഴിഞ്ഞാൽ ഇവള് ഒന്നുമില്ലടാ, അവള് 0 ആണ്. തള്ള എല്ലാ സ്വത്തും ഇത് വാങ്ങിച്ചിട്ടേ ഈ കല്യാണം നടത്തേരുള്ളൂ. പൊന്നു മോനെ സുമേഷേ, ഒരുപാട് സ്ഥലത്ത് നിന്നെയും കൊണ്ട് ഞാൻ പെണ്ണ് കാണാൻ പോയതല്ലേ. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിന്നെ ഇഷ്ടമായാ? ജന്മത്തില് നിനക്ക് വേറെ പെണ്ണ് കിട്ടില്ല, അതെന്റെ വാക്കാ. അതുകൊണ്ട് നീ മിണ്ടാതിരുന്ന ഈ കുട്ടിനെയും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ നിനക്ക് ജീവിക്കാം. എടാ 10-15 പവൻ സ്വർണം ഞാൻ സ്ത്രീധനമായിട്ട് വാങ്ങിച്ചു തരടാ, അത് നീ ബോണസായി കൂട്ടിക്കോ. പിന്നെ മോനെ, ഇന്നൊരു 6-7 തെങ്ങി കയറില്ലേ, അതിന്റെ കൂലി ഇന്നത്തെ പെണ്ണ് കാണാൻ എന്റെ കമ്മീഷനായിട്ട് ഞാനങ്ങ് അവിടെ നിന്ന് മേടിച്ചെടുക്കും കേട്ടോ. എന്നാ ശരി.
അതെ, എനിക്കൊരു കാര്യം സംസാരിക്കാണ്ടായിരുന്നു. എന്താ? മൂപ്പര് പറഞ്ഞ പോലെ ഞാൻ കമ്പനിയിലെ സൂപ്പർവൈസറായിട്ടൊന്നുമല്ല ജോലി ചെയ്യുന്നത്. ഞാനൊരു തെങ്ങ് കയറ്റക്കാരനാ. ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നല്ല കേട്ടോ. ഞാൻ അത്രയൊന്നും പഠിച്ചിട്ടല്ലേ, അതുകൊണ്ട് എനിക്ക് ആരോട് എങ്ങനെ സംസാരിക്കണം ഒന്നും അറിയില്ല. 2 പെങ്ങന്മാരുള്ളത്. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ച. പിന്നെ ഒരുപാട് ബാധ്യത കൊണ്ട് 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി തെങ്ങേറ്റത്തിൻ്റെ പണിക്കിറങ്ങിയതാ. വേറെ പണിക്കൊന്നും പോയാൽ എനിക്ക് എൻ്റെ കുടുംബത്തിനൊന്നും ആവില്ല. ഇതാകുമ്പോൾ ദിവസം 2,500 കിട്ടി. അങ്ങനെയാണ് ഞാൻ എൻ്റെ പെങ്ങന്മാരെയൊക്കെ കല്യാണം കഴിച്ച് കൊടുത്തത്. ഇപ്പോൾ 10-33 വയസ്സായേ. ഈ പണിക്ക് ആരും പെണ്ണുന്നില്ലാതെ അറിയാം. എന്നാലും കുറേ സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. എല്ലാവരും നിന്ന് നാണം കെട്ടി ഇറങ്ങി വന്നതാണ്. ഇത് സത്യമായിട്ട് എത്ര കഷ്ടപ്പെട്ടാലും ഒരാൾ ഇതുവരെ ഞാൻ പറ്റിച്ചിട്ടില്ല. ഞാനിവിടെ തെങ്ങ് കയറാൻ വന്ന രാവിലെ. അപ്പോൾ ഇവരൊക്കെ കൂടി എന്തൊക്കെയോ പറഞ്ഞ ഈ കോമാളി വേഷം കെട്ടിച്ചതാ. ഞാൻ ഒന്നും വിചാരിക്കല്ലേ, പേടിക്കണ്ട കേട്ടോ. ഞാൻ തന്നെ ഈ കല്യാണം വേണ്ട പറയാം. അതെ കുട്ടി ഒന്നിക്കോ. അത് ഞാൻ ബാബോട്ടനോട് ഈ കല്യാണം വേണ്ട പറഞ്ഞതാ. പക്ഷെ കുട്ടീൻ്റെ അമ്മായി ഓക്കെയാണ് പറഞ്ഞിട്ട് ബാബോട്ടൻ വീട്ടിൽ അമ്മനോട് ഒരു ഡേറ്റ് ഒക്കെ കാണാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു കേട്ടോ. കുട്ടി പേടിക്കൊന്നും വേണ്ട, ഈ കല്യാണം ഞാൻ തന്നെ മുടക്കാം. അത് പറയാൻ വേണ്ടി വന്നതാ. ആ സാരില്ല, അമ്മായിൻ്റെ അടുത്ത് ഞാൻ തന്നെയാ പറഞ്ഞത് ഓക്കെയാന്നുള്ളത്. എന്താണോ പറയുന്നത്? എന്നെ പോലെ ഒരാൾക്ക് ഞാൻ എവിടെ കിടക്കുന്നത്? എടോ, തനിക്ക് നല്ല ജോലി വിദ്യാഭ്യാസമൊക്കെയുള്ള നല്ലൊരാളെ കിട്ടും. ഇനിയിപ്പോൾ അമ്മായി ആരെയും കൊണ്ടുവരുന്നില്ലെങ്കിൽ പേടിക്കുന്നതാണ് കേട്ടോ. എൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ഞാൻ അങ്ങോട്ട് പെണ്ണുകാണാൻ അയക്കുന്നുണ്ട്. അച്ഛനും അമ്മയും പോയ ശേഷം അമ്മായിനെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കിയതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, എൻ്റെ ഉള്ള സ്വത്ത് കണ്ടിട്ട് മാത്രമാണ്. അല്ലെങ്കിലും ഇക്കാലത്ത് എല്ലാവർക്കും പൈസ മാത്രം മതിയല്ലോ, വേറെ ആരാ നോക്കുക? പക്ഷെ ഒരു പരിചയമില്ലായിട്ടും എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കാണിച്ച നിങ്ങളുടെ ആ മനസ്സുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ഇത്രയും കാലം സ്നേഹം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ വന്ന അത് കിട്ടുന്നൊരു തോന്നല്